ഒരു കുട്ടി പ്രതിഭയാണ് നമ്മുടെ കലോത്സവ വേദിയിലെ. പേര് കേട്ടാൽ കുട്ടി പ്രതിഭയാണോ? കുട്ടി പ്രതിഭയുമാണ്, കുട്ടി പ്രതിഭയുമാണ്. പേരെന്താ മോളെ? മിന്നൽ. മിന്നല് അല്ല മാറിപ്പോയത്. ഇതിനു മുമ്പേ പഠിച്ചു വെച്ച എൻട്രോ ഏതാണെന്നറിയോ? പേര് മിന്നലെന്നും വേദിയിലെത്തുമ്പോ മിന്നലെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് മറന്നുപോയതാണ്. പോയി കയ്യിൽ പോയി. എന്റെ പേര് മിനൽ. ഞാൻ ഫോർത്ത് ഗേൾസ് മിഷൻ ഹൈസ്കൂളില് 9ാം ക്ലാസ്. തിരുവനന്തപുരം. മോണോ ആക്ട് എന്തോ ഒറ്റയ്ക്കാണോ മോണോ ആക്ട് എന്ന് ചോദിക്കരുത്. മോണോ ആക്ട് ഒറ്റയ്ക്കാണ്. മലയാളം അല്ലേ മോളെ? മലയാളമാണോ എന്നുള്ള ഇതിന്റെ ഡൗട്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട്? അടിപൊളിയായിരുന്നു. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പോരാട്ടമായിരുന്നു. എന്തായിരുന്നു ഈ നമ്മള് എന്തായിരുന്നു മോളുടെ തീം? എന്തായിരുന്നു? പ്രകൃതി ദുരന്തം. സാധാരണ മിമിക്രിക്കാരാണ് പ്രകൃതി ദുരന്തം തുടങ്ങുന്നത്. മോണാക്റ്റും പ്രകൃതി ദുരന്തമായോ? കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വന്നാണ്. എ ഗ്രേഡ് കിട്ടി തിരിച്ചൊരു മടക്കം. ഗ്രൂപ്പ് ഡാൻസിന് മത്സരാർത്ഥിയായിരുന്നു. ഞങ്ങൾ ജില്ലയിൽ 12ാം സ്ഥാനത്തോട്ടേക്ക് തള്ളിപ്പെട്ടു. ഒരു കുട്ടി ലോകായുക്ത കോടതി അനുവദിച്ച ഏക അപ്പീൽ ഞങ്ങളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാണ്. അതാണ് ഈ അപ്പീൽ അവതരിപ്പിക്കുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഉപഭോക്തൃ കോടതിയൊക്കെയാണ് അപ്പീൽ മറ്റേ അനുവദിക്കുന്നത്. നല്ല രസമാണ്. അപ്പീലിന്റെ കാര്യത്തിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അപ്പീലിലടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ട് പുതിയ മാനുവൽ, അടുത്ത കലോത്സവത്തിൽ പുതിയ മാനുവൽ വരുമെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞും ചിലപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഷോയിലേക്ക് എത്തും എന്നാണ്. പക്ഷെ ആ ചോദിക്കരുതെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിന്നലിന്റെ ഒരു മിന്നൽ പെർഫോമൻസ് ഉണ്ടല്ലോ. അതെ, ചെറിയൊരു ഭാഗം മിന്നണം. പക്ഷെ മിന്നണം. മിന്നൂടെ നീ ഒന്ന് അടങ്ങടേ. നാം മഹാബലി പാതാളത്തിൽ പോലും സ്വസ്ഥതയില്ല. പാറക്കഷ്ടകൾ അടർന്നു വീഴുന്നു. കൂച്ചൽ പൊട്ടലുകൾ കേട്ട് നമ്മുടെ കാതുകൾ അടങ്ങി പോകുന്നു. നമുക്ക് ശേഷം മണ്ണളന്നെടുക്കാൻ ദേശം മാറി വന്ന വാമനന്മാർ ഇവിടെ താമസമുറപ്പിച്ചിരിക്കുന്നു. ഈ ദുരന്തങ്ങൾ അവരുടെ സമ്മാനമാണ്. എത്ര കല്ലുകളാ ഉരുട്ടി മല കഴിച്ചത്. എന്നാൽ മലയിൽ നിന്നൊരു കല്ല് പോലും വളർത്തി മാറ്റിയിട്ടില്ല ഈ നാറാണത്ത് ഭ്രാന്ത്. തുറന്നോ എന്നിട്ട് കൂറ്റൻ കെട്ടിടങ്ങൾ പണിതോ. പ്രകൃതിയെ പറ്റി പറയുന്നവരെ ഭ്രാന്തന്മാരെന്ന് പറയും. പടിയടിച്ച് പിണ്ടം വെച്ചോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി. അപ്പൊ ഈ മിന്നൽ പ്രകടനമായിരുന്നു. അപ്പൊ ഇനി ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പറഞ്ഞത്? 9ാം ക്ലാസ്. അപ്പൊ ഇനി 10ാം ക്ലാസ്സിൽ അടുത്ത വീണ്ടും ഹൈസ്കൂൾ അല്ലേ? ഈ അല്ലെങ്കിലും ഈ സംഘനൃത്തത്തിന്റെ ഇവിടെ നന്നായി ചെയ്യാൻ പറ്റുമോ? എല്ലാരും നല്ല അഭിപ്രായം പറയും. അല്ല, ആദ്യം കുട്ടി വീടായിരുന്നല്ലോ. അത് ഇവിടെ അല്ല, അത് ജില്ലയിൽ വീണിട്ടാണല്ലോ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല കുട്ടി. ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പ്രോഡക്റ്റ് വാങ്ങാറില്ലായിരുന്നു. ലളിതേട്ടന് ഇന്ന് നമ്മോടൊപ്പം ചേർന്നതിൽ ഞാൻ ഒരുപാട് പേഴ്സണലി സന്തോഷിക്കുന്നു. കുഴപ്പമില്ല, തരാം. അപ്പോ മിന്നൽ എല്ലാവരും ആശംസ. താങ്ക് യു സോ മച്ച് പങ്കെടുത്തതിന്. ഓക്കെ. അപ്പോ ലല്ലേട്ടോ.